ഓം നമഃശിവായ. എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരെ പറ്റിയാണ്. 27 നക്ഷത്രങ്ങളിൽ 9ാമത് വരുന്ന നക്ഷത്രമാണ് ആയില്യം. ആയില്യം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് കർക്കിടക രാശിയുടെ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെയാണ്. ഇവരുടെ അധിപൻ ബുധനും ദേവത സർപ്പവുമാണ്. ആയില്യം നക്ഷത്രക്കാർ ഒന്നു കേട്ടാൽ ഉടൻ തന്നെ വിശ്വസിക്കുന്ന പ്രകൃതക്കാരല്ല. എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ആരെയും ആകർഷിക്കാത്ത വിധത്തിന് ഉടമകളായിരിക്കും. അല്പം നർമ്മം കലർത്തിയിട്ടുള്ള ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ലക്ഷ്യം നേടാൻ ഏത് മാർഗം സ്വീകരിക്കുവാനും മടിയില്ലാത്തവരാണ് കർക്കിടക രാശിയിൽപ്പെടുന്ന ആയില്യം നക്ഷത്രക്കാർ. ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും സാമ്പത്തികമായ ഉയരുക തന്നെ ഇവർ ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ട് ഇവരെ സമീപിക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകുക തന്നെ ചെയ്യും. ഏതൊരു കാര്യത്തിലും തനിക്ക് മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ എത്തണമെന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗൃഹഭരണത്തിൽ സാമർഥ്യമുള്ളവരും നേതൃപാഠമുള്ളവരുമായിരിക്കും. നിർബന്ധ ബുദ്ധി ഈ നാളുകാരിൽ അമിതമായി കാണുന്നു. സ്വന്തം കാര്യം നേടിയെടുക്കുന്നവരിൽ ഈ നാളുകാർ അതീവ സമർത്ഥരാണ്. ആരോഗ്യമുള്ളവരും പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമപ്പെടാത്തവരുമാണ് ഈ നക്ഷത്ര ജാതകർ. ആയില്യം നക്ഷത്രക്കാർ ഏതു വിധേനയും കാശുണ്ടാക്കാൻ സാമർഥ്യമുള്ളവരാണ്. അതുപോലെ ചെലവ് വാക്കാനും സൗന്ദര്യവർദ്ധ വസ്തുക്കൾക്ക്, ആഡംബരമായ വസ്തുക്കൾക്ക്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വേണ്ടി ഇവർ ധാരാളം പണം ചെലവാക്കുന്നുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഇവർ ആരോടും അടുപ്പം കാണിക്കാത്തവരായിരിക്കും. ബുദ്ധിയിലും കൗശലത്തിലും ഈ കൂട്ടർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംഗീതത്തിലും സാഹിത്യത്തിലും താല്പര്യം കൂടും. മാത്രമല്ല രാഷ്ട്രീയത്തിലും പേരെടുത്തവരിൽ പലരുമായിട്ടുള്ളവര് ആയില്യം നക്ഷത്രക്കാരായിരിക്കും. യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. അങ്ങേയറ്റം അഭിമാനബോധമുള്ള ഈ നാളുകാർ സമ്പന്നരായ വീടുകളിൽ നിന്നായിരിക്കും ഇണയെ തിരഞ്ഞെടുക്കുക. സ്വന്തം അഭിമാനം രക്ഷിക്കാൻ അങ്ങേയറ്റം പോകുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. ആയില്യം നാളുകാർ പൊതുവെ ശാന്തശീലനാണെങ്കിലും ചില നേരത്ത് ഇവർ അഹങ്കാരത്തോടെ സംസാരിക്കുന്നവനായിരിക്കും. ഇവരിൽ പ്രതികാര ബുദ്ധി അല്പം കൂടുതലായി കാണപ്പെടുന്നു. സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം കുറവായിരിക്കും. പലവിധ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നവർ ആയിരിക്കും. ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളായി കണ്ടുവരുന്നു. നിയന്ത്രണങ്ങൾ ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെ ഇവർ ചെയ്യും. ധനവും ഭാഗ്യവും പതിയെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. തങ്ങളെ ഉപദ്രവിച്ചവരെ പോലും പിന്തുടർന്ന് ദ്രോഹിക്കുവാനും ഇക്കൂട്ടർ മടിക്കാറില്ല. എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടാകും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. വിവാഹത്തിനു ശേഷം ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായി അകന്നു കഴിയാൻ സാഹചര്യമുണ്ടാകും. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ആയില്യംകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു രംഗത്തുള്ള ആളുകളായിട്ടാണ് ഇവർ സഹകരിക്കുന്നത് എങ്കിൽ അതിലൊരാളാവാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട്. ഉദാഹരണത്തിന് രാഷ്ട്രീയക്കാരായിട്ടാണ് ഇവർ സഹകരിക്കുന്നതെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരനാകുവാനും, സമൂഹത്തിൽ മോശപ്പെട്ട വിഭാഗമായിട്ടാണ് സഹകരിക്കുന്നതെങ്കിൽ അവരിൽ ഒരാളായി മാറുവാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ഇത്തരത്തിലാകുന്നത് നക്ഷത്രനാഥനായ ബുധന്റെ സ്വഭാവ സവിശേഷത കൊണ്ടാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ ഇവർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും കാര്യക്ഷമതയോടു കൂടിയും ചെയ്തു തീർക്കുന്നതാണ്. ആയില്യം നാളുകാർ വളരെ മുൻകോപികളാണ്. ദേഷ്യം വന്നാൽ ഇവർ ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കും. ഇതുപോലെ തന്നെയാണ് ഇവർക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാലും. ഇവരുടെ 15നും 20 വയസ്സിനും ഇടയിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയാക്കും.
ഇവരുടെ 35 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ അനാവശ്യമായി പല ചിലവുകളും വന്നു ചേരാം. അതിനാൽ ഈ കാലഘട്ടത്തിൽ ഇവർ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. പല ആയില്യം നാളുകാർക്കും വിവാഹത്തോടെ ഒരു ശക്തമായ അടിത്തറ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനനം മുതൽ 17 വർഷം ബുധദശയാണ്. ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ ജനനത്തിനു ശേഷം മാതാപിതാക്കൾക്ക് പല വിധത്തിലും ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. വീട് വാങ്ങുവാനും ഭൂമി വാഹനം വാങ്ങുവാനും മാതാപിതാക്കൾക്ക് യോഗം വന്നു ചേരും. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കേതുദശയാണ്. ഈ കാലയളവ് ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ്. വിദ്യാഭ്യാസ തടസ്സം, രോഗാവസ്ഥ, അപവാദം, സാമ്പത്തിക നഷ്ടം, വീട്ടിൽ നിന്നും മാറി താമസിക്കൽ തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. നിത്യവും ഗണപതി മന്ത്രം ജപിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതും നല്ലതാണ്. 26 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ശുക്രദശയാണ്. ഈ കാലയളവ് ഈ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഗുണപ്രദമാണ്. ജോലി, വിവാഹം, സന്താന ഭാഗ്യം എന്നിവയെല്ലാം വന്നു ചേരും. ശ്രദ്ധിച്ചു ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. എന്നാൽ ജാതകന്റെ ഗൃഹനിലയിൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നും നൽകുകയില്ല. 47 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ആദിത്യദശയാണ്. ജാതകന്റെ ഈ കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പൊതുവെ ആദിത്യദശയുടെ തുടക്കം നല്ലതല്ലെങ്കിലും ദശാസന്ധിയുടെ പകുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 53 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ചന്ദ്രദശയാണ്. ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് ഗൃഹനിർമ്മാണം, മാതൃസൗഖ്യം, നേതൃസ്ഥാനം, പൊതുജന അംഗീകാരം തുടങ്ങിയവ അനുഭവിക്കുന്നതായിരിക്കും. എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ മേൽപ്പറഞ്ഞ ബലങ്ങൾ ഉണ്ടാവുകയില്ല. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ കുജദശ സന്ധിയാണ്. ചൊവ്വയുടെ ഈ ദശാസന്ധി കാലം ജാതകന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഭൂമി സംബന്ധിച്ച് കച്ചവടം നടത്തുന്നവർക്ക് ഈ കാലയളവിൽ ധനലാഭം ഉണ്ടാകും. 72 വയസ്സ് മുതൽ 90 വയസ്സ് വരെ രാഹുദശയാണ്. ഈ കാലയളവിൽ ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കാം, ധനനഷ്ടമുണ്ടാക്കാം. ഇഷ്ടഭാവത്തിലും അനുകൂല ഭാവത്തിലുമാണ് രാഹു എങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല നല്ല ഫലങ്ങൾ ജാതകന് നൽകുകയും ചെയ്യും. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. മഹാദേവനെ ഉപാസിക്കുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും ഇവർക്ക് നല്ലതാണ്. ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആയില്യം നക്ഷത്രക്കാരിൽ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഞാൻ പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിന്നിവിടെ അവസാനിപ്പിക്കുന്നു.